ഹലോ. ഒരു പ്രഗ്നൻസി ജേണിയിലൂടെ കടന്നു പോകുന്ന മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ളൊരു റിപ്പോർട്ടാണ് 5ാം മാസ അനോമലി സ്കാൻ. അതിൽ റേഡിയോളജിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു നോട്ടിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സ്കാൻ റിപ്പോർട്ടിലൊരു ഭാഗം തന്നെയാണ് ഇത്. അതിൽ ഡോക്ടർ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ ഡിഡ് നോട്ട് ഡിറ്റക്ട് ഓർ ഡിസ്ക്ലോസ് ദ സെക്സ് ഓഫ് ദ ഫീറ്റസ് ബൈ എനി മാനർ. നമുക്കറിയാം ഇന്ത്യയുടെ നിയമപ്രകാരം ഒരു സെക്സ് ഡിസ്ക്ലോഷർ ഈ ഒരു 5ാം മാസത്തിൽ നടക്കുന്നില്ല. കുഞ്ഞാണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം പറയുന്നില്ല. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തത് ഓൾ അനോമലീസ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ അൾട്രാസോണോഗ്രഫി. നമുക്കറിയാം അല്ലേ. ഈവൻ ദോ ദ സ്കാൻ ഹാസ് ബീൻ പെർഫോംഡ് ആസ് പെർ ദ കറൻറ്റ് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ ഫീറ്റൽ ഇമേജിംഗ്, certain anomalies may go undetected due to technical limitations. അതായത് ടെക്നിക്കൽ ലിമിറ്റേഷൻസ് കൊണ്ട് ചില അനോമലീസ് അൺഡിറ്റക്ട് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലൈക്ക് മെറ്റേണൽ ബോഡി ഹാബിറ്റസ്, ഫീറ്റൽ പൊസിഷൻ ആൻഡ് എമൗണ്ട് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അതായത് അമ്മയുടെ ഒരു മെറ്റേണൽ ഹാബിറ്റസ്, അതായത് ഒരു ഒബീസ് ആയിട്ടുള്ളൊരു പ്രഗ്നൻറ്റ് ലേഡി ആണെങ്കിൽ അവരുടെ അബ്ഡോമിനൽ ഫാറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ തിക്കായിട്ടുള്ളൊരു ഫാറ്റിലൂടെ ബേബിയെ ഇമേജ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ ബേബിയുടെ പൊസിഷൻസ്, ഉദാഹരണമായിട്ടൊരു ഫേഷ്യൽ ഡിസ്മോർഫിസ് അല്ലെങ്കിൽ ഒരു ക്ലഫ്റ്റ് ലിപ്പ്, ക്ലഫ്റ്റ് പാലറ്റ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ മുഖം കാണണം. അപ്പോൾ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ റേഡിയോളജിസ്റ്റ് തന്നെ പറയാറുണ്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി. അതെന്തിനാ? കുഞ്ഞിൻ്റെ മുഖം ആ സമയത്ത് കണ്ടില്ല, അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ബേബിയുടെ പൊസിഷൻ തീർച്ചയായിട്ടും മാറും. അപ്പോൾ കുഞ്ഞിൻ്റെ മുഖം കുറച്ചുകൂടെ കാണാൻ പറ്റും. അങ്ങനെ ക്ലഫ്റ്റ് ലിപ്പ്, മുറിച്ചുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഒരു എമൗണ്ടും ഈ ഒരു ലിമിറ്റേഷനിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ദ സ്മോൾ ബോഡി പാർട്സ് ലൈക്ക് ഫിംഗേഴ്സ്, ടോസ്, ഇയേഴ്സ് ഡസ് നോട്ട് കം വിതിൻ ദ സ്കോപ്പ് ഓഫ് ദ ടാർജറ്റ് അനോമലി സ്കാൻ. ഈ കാര്യങ്ങൾ, അതായത് വിരലുകളുടെ എണ്ണം കൂടുക, കുറയുക, പിന്നെ ഇയേഴ്സിൻ്റെ പൊസിഷൻ കുറച്ചൊന്ന് മാറിയൊക്കെ ഇരിക്കുക, ഈ കാര്യങ്ങൾ അനോമലി സ്കാനിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റില്ല. സബ്റ്റിൽ അനോമലീസ് ലൈക്ക് മിഡ് ഫേഷ്യൽ ഡിസ്മോർഫിസം, ക്ലെഫ്റ്റ് ഓഫ് പോസ്റ്റീരിയർ പാലറ്റ് ഓർ സ്മോൾ കാർഡിയക് സെപ്റ്റൽ ഡിഫക്റ്റ്, ടോഫ് എന്ന് പറഞ്ഞാൽ ടെക്ട്രോളജി ഓഫ് ഫാലോട്ട് എന്ന് പറയും. ആൻഡ് അനോമലീസ് ദാറ്റ് ഇവോൾവ് ടുവേർഡ്സ് ലേറ്റർ ജസ്റ്റേഷൻ. അതായത് മിഡ് ഫേഷ്യൽ ഡിസ്മോർഫിസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഫേസിലുണ്ടാകുന്ന, ആകൃതിയിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ. ക്ലെഫ്റ്റ് ഓഫ് പോസ്റ്റീരിയർ പാലറ്റ്, അണ്ണാക്കിൻ്റെ പുറകുഭാഗത്തായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റ്. മുൻഭാഗത്തുള്ള ഡിഫക്റ്റ് യൂഷ്വലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്, പക്ഷേ പുറകുവശത്തുള്ള ഡിഫക്റ്റ് ഈ ഒരു അനോമലി സ്കാനിൽ മിക്കവാറും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതേപോലെ തന്നെ ചെറിയ ഹോൾസ്, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഹൃദയത്തിൻ്റെ അറയും ലെഫ്റ്റ് സൈഡിലുള്ള ഹൃദയത്തിൻ്റെ അറയും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ മിസ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ 5ാം മാസം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ചില ഇവോൾവ് ചെയ്ത് വരുന്ന അനോമലീസ് നമുക്ക് 5ാം മാസത്തിലെ സ്കാനിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അവർ പറയുന്നത് ജെനറ്റിക് സിൻഡ്രോംസ് മേ ബി എവിഡൻറ്റ് ഓൺലി ആഫ്റ്റർ ബർത്ത്. അതായത് നമ്മൾ യൂഷ്വലി 3ാം മാസത്തിലെ സ്കാൻ, NT സ്കാനിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം മാർക്കർ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 3 തരം ട്രൈസോമീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ട്രൈസോമി 21, ട്രൈസോമി 13, ട്രൈസോമി 18. അപ്പോൾ ഇങ്ങനെയുള്ള ജനറ്റിക് സ്ക്രീനിങ് ആണ് ഈ സമയത്ത് നടത്തുന്നത്. അതുകൂടാതെ ഒത്തിരിയേറെ ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കാനിൽ മിസ് ചെയ്ത് പോകാറുണ്ട്. അവസാനമായിട്ട് പറയുന്നത് ഡീറ്റെയിൽ ഫീറ്റൽ എക്കോസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ടാർജറ്റഡ് അനോമലി സ്കാൻ. അതായത് ഫീറ്റൽ എക്കോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഹൃദയത്തിൻ്റെ ഒരു പഠനം അനോമലി സ്കാനിൻ്റെ കൂടെ പറയുന്നില്ല. അതായത് സ്കാൻ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിലാണ് നമ്മൾ ഫീറ്റൽ എക്കോയ്ക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത്. നമുക്കറിയാം പല ഹോസ്പിറ്റലിൽ ഇപ്പോൾ 2D സ്കാൻ മെഷീനാണ് അവൈലബിൾ. അത് വെച്ചിട്ട് അനോമലി സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതിലെന്തെങ്കിലും ഡൗട്ട് തോന്നുമ്പോഴാണ് ചില ഹോസ്പിറ്റലുകളിൽ 4D സ്കാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഒരു ഗർഭധാരണം നടന്നാൽ ഏകദേശം 85% കുഞ്ഞുങ്ങളാണ് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കപ്പെടുന്നത്. അതായത് ഒരു 15% കുഞ്ഞുങ്ങൾ അതിന് ഈ ഒരു പ്രഗ്നൻസി ജേണിയിൽ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അതിൽ കൂടുതലും നടക്കുന്നത് ഏകദേശം ഒരു 3 മാസത്തിൻ്റെ ഉള്ളിലാണ്. ഇതൊരു നാച്ചുറൽ സെലക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഒരു 3 മാസത്തിന് മുമ്പേ തന്നെ പ്രകൃതി എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള ഒരു പ്രകൃതി നിയമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, പല കണക്കുകളും പറയുന്നത് ഒരു പ്രത്യേകിച്ച് WHO ഒരു കണക്ക് പ്രകാരം ഒരു 33 പ്രസവം നടക്കുമ്പോൾ അതിൽ ഒരു കുഞ്ഞിന് ഒരു ജന്മവൈകല്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. അതായത് ഈ ഒരു 3% അനോമലീസ് ജനനത്തിൽ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു
ശതമാനത്തിൽ എത്രത്തോളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതിനും ACOGയുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. ACOG എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. അതായത് അമേരിക്കയിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു വസ്തുത പ്രകാരം, അമേരിക്ക എന്ന് നമുക്കറിയുമ്പോൾ ഒരു വികസിത രാജ്യമാണ്. അവിടെ വളരെ ക്വാളിറ്റിയുള്ള മെഷീൻസൊക്കെ അവൈലബിൾ ആണ്. ഈ മെഷീൻസ് വെച്ച് അനോമലി സ്കാൻ ചെയ്താലും അതിലും ഒരു 50 to 60% അനോമലിയാണ്, നമുക്ക് അംഗവൈകല്യങ്ങളാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. വേറൊരു പഠനം പറയുന്നത് ഗുരുതരമായിട്ടുള്ള അംഗവൈകല്യങ്ങൾ ഏകദേശം 70% ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഏകദേശം 28 മുതൽ 30% അംഗവൈകല്യങ്ങൾ വളരെ നല്ല സ്കാൻ ചെയ്ത് പോലും മിസ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഈ വസ്തുതകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏറ്റവും നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത് ഒരു പ്രഗ്നൻസി പ്രിപ്പറേഷൻ തന്നെയാണ്. അതായത് പ്രഗ്നൻസിക്ക് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഫിസിക്കലി മെൻ്റലി നമ്മൾ പ്രിപ്പയർ ചെയ്താൽ യൂഷ്വലി ഇങ്ങനെയുള്ള കുറേ അനോമലീസൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് പ്രീ പ്രഗ്നൻസി പ്ലാനിങ് എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളവർ ഒരു ഡോക്ടറെ കണ്ട് ഒരു പ്രീ പ്രഗ്നൻസി പ്ലാനിങ് പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ.